മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBAയും IMA പ്രൊവൈഡ് ചെയ്യുന്ന CMA USAയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പാർട്ട് 2 എപ്പിസോഡായ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഈ എപ്പിസോഡിന് മുൻപായിട്ട് എന്താണ് MBAയും CMA USAയും തമ്മിലുള്ള സിമിലാരിറ്റികൾ എന്ന കാര്യത്തെക്കുറിച്ച് പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തിരുന്നു. താല്പര്യമുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാവുന്നതാണ്. അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായിരുന്നാലും നമുക്ക് വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് അറിയേണ്ടത് MBAയും CMA USA എന്നുള്ള രണ്ട് കോഴ്സുകളുടെയും വെരി നേച്ചറാണ്. MBA എന്നുള്ളത് ഒരു മാസ്റ്റേഴ്സ് PG പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. നേരെ മറിച്ച് CMA USA എന്നുള്ളത് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് IMA ആണ്. സോ ഒബ്വിയസ്ലി ഈ ഒരു ഡിഫറൻസ് നിലനിൽക്കും. ഒരിക്കലും MBAക്ക് CMA USAയോ CMA USAക്ക് MBAയോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ളത് നമുക്ക് ഈ രണ്ട് കോഴ്സുകളുടെയും എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. സോ MBA ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതോടൊപ്പം നിങ്ങൾക്ക് MBA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകിച്ച് നല്ല കോളേജുകളിൽ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ GMAT GRE പോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ CMAT CAT SAT അങ്ങനെ പല എൻട്രൻസ് എക്സാമിനേഷൻസും ഉണ്ട്. സോ ഇത് ക്വാളിഫൈ ചെയ്താൽ റാങ്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് MBA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് MBAയുടെ കാര്യത്തിൽ വളരെ വൈറ്റലാണ്, നിർബന്ധമല്ലെങ്കിൽ പോലും. സോ വർക്ക് എക്സ്പീരിയൻസോട് കൂടി MBA ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ അതിനനുസരിച്ചിട്ടുള്ള വളർച്ച നേടാൻ പറ്റും. CMA USAയുടെ കാര്യമാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതോടൊപ്പം 2 വർഷത്തെ റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും വേണം. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് ഫോക്കസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ MBAയുടെ കാര്യമാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, സ്ട്രാറ്റജി, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR അതോടൊപ്പം ഓപ്പറേഷൻസ് എന്ന ഡൊമൈനുകളിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ MBAയുടെ സിലബസും അതിനനുസരിച്ചിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ CMA USAയുടെ കാര്യമാണെങ്കിൽ മെയിനായിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റുമാണ് അതിന്റെ കോർണർ സ്റ്റോൺസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് സ്കോപ്പിന്റെ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഇൻഡസ്ട്രീസിലുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ എ ഹോളിസ്റ്റിക് വേ MBA കോഴ്സ് ഡീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് CMA USAയുടെ കാര്യമാണെങ്കിൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, അനാലിസിസ് അതോടൊപ്പം കൺട്രോൾ കാര്യങ്ങളാണ് പ്രൈമറി ഫോക്കസിൽ വരുന്നത്. ഫീസിന്റെ കാര്യമാണെങ്കിൽ അത് വേരി ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെന്റ് പാത്ത് അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും 10,000 അതായത് $10,000 മുതൽ $1,00,000 വരെയാണ് MBA കോഴ്സിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. CMA USAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1000 മുതൽ $2,500 വരെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് കോഴ്സും ഫീസും ഒക്കെ ചേർത്തിട്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. MBA എന്നുള്ളത് ഇസ് വെരി എക്സ്പെൻസീവ് വെൻ കമ്പയർഡ് ടു CMA USA. പിന്നീട് നമുക്ക് ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഫുൾ ടൈം MBA ആണെങ്കിൽ 2 വർഷം വരെ നീണ്ടുവരുന്നു. എക്സിക്യൂട്ടീവ് MBA ആണെങ്കിൽ 1 വർഷം നീണ്ടു നിൽക്കുന്നു. പാർട്ട് ടൈം MBAകൾക്ക് 3 വർഷം ഡ്യൂറേഷൻ ഉണ്ട്. CMA USAയുടെ കാര്യമാണെങ്കിൽ 6 മാസം മുതൽ 3 വർഷം വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം അനുസരിച്ചിട്ട് CMA USAയുടെ ഡ്യൂറേഷനും വരുന്നുണ്ട്. ഇനി ഈസിനെസ് നോക്കുകയാണെങ്കിൽ കേസ് സ്റ്റഡീസ്, പ്രോജക്ട്സ്, നെറ്റ്വർക്കിംഗ് അതോടൊപ്പം സബ്ജക്റ്റുകൾ വളരെ ബ്രോഡായതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. പക്ഷെ നിങ്ങൾക്ക് പാസ്സാകുന്നതിൽ അത്ര വലിയ ബുദ്ധിമുട്ടും ഇല്ല, ഡെഡിക്കേറ്റഡ് ആയി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. CMA USAയുടെ കാര്യമാണെങ്കിൽ അക്കൗണ്ടിങ് അതോടൊപ്പം ഫിനാൻസ് മേഖലയിൽ ഒരു ഡീപ്പ് നോളജ് ആവശ്യമുണ്ട്. പക്ഷേ ഈ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് CMA USA പർസ്യൂ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നുണ്ട്. When compared to MBA, different domains, different subjects. പക്ഷേ CMA USA എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ഫോക്കസ് ടു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ജോബ് അവൈലബിലിറ്റിയുടെ കാര്യമാണെങ്കിൽ മാനേജ്മെന്റ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, കൺസൾട്ടിംഗ്, HR അങ്ങനെ പല മേഖലകളിലേക്കും MBA പഠിച്ച കൂട്ടുകാർക്ക് ജോലി ലഭിക്കുന്നു. CMA USAയുടെ കാര്യമാണെങ്കിൽ ഫിനാൻസ് അതോടൊപ്പം അക്കൗണ്ടിംഗ് മേഖലകളിലാണ് ജോലി ലഭിക്കുന്നത്. ഫിനാൻഷ്യൽ അനലിസ്റ്റ്, കൺട്രോളർ, CFO പോലുള്ള പൊസിഷനുകളിലേക്ക്. സാലറിയുടെ കാര്യമാണെങ്കിൽ ഡിഫറെൻ്റ് ആണ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി, ഡിഫറെൻറ്റ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്പീരിയൻസ്. ഏതായിരുന്നാലും ഓൺ ആവറേജ് $80,000 മുതൽ $1,20,000 വരെ വരുന്നുണ്ട് വാർഷികാനുപാതത്തിൽ. CMA USAയുടെ കാര്യമാണെങ്കിൽ $60,000 മുതൽ $1,20,000 വരെ വരുന്നുണ്ട് വാർഷികാനുപാതത്തിൽ. സോ ഇത് ഇന്ത്യയിൽ മാത്രമല്ല
ഒരു ഇന്റർനാഷണൽ ലെവൽ സ്കെയിലിൽ കൂടി പറയുന്നുണ്ട്. ഇനി കരിയർ ഗ്രോത്തിന്റെ കാര്യമാണെങ്കിൽ ലീഡർഷിപ്പ് അതോടൊപ്പം എക്സിക്യൂട്ടീവ് റോൾസിൽ MBA കോഴ്സ് എന്നുള്ളത് ഒരു ഡിഫോൾട്ട് ഡിഗ്രിയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. CMA USA കാര്യമാണെങ്കിൽ ഫിനാൻസ് അതോടൊപ്പം അക്കൗണ്ടിംഗ് റോൾസിൽ നല്ല സാധ്യത നൽകുന്ന കോഴ്സാണ്. അതോടൊപ്പം CFO പോലുള്ള പൊസിഷനുകളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച നേടാനുള്ള ഒരു സാഹചര്യവും CMA USA കോഴ്സ് നൽകുന്നുണ്ട്. ഗ്ലോബൽ റെക്കഗ്നിഷന്റെ കാര്യമാണെങ്കിൽ MBA കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് രാജ്യത്തും നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ സാധ്യത കണ്ടെത്താൻ പറ്റും. CMA USA എന്നുള്ളത് US ബേസ്ഡ് MNCs അങ്ങനെയുള്ള ഗ്ലോബൽ സ്പേസിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം ഫിനാൻസ് അക്കൗണ്ടിംഗ് തലങ്ങളിലുള്ള ഫീൽഡുകളിലുള്ള ജോബുകളിലേക്ക്. സർട്ടിഫിക്കേഷൻ റിന്യൂവൽ എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു കോഴ്സും ചെയ്തതിനു ശേഷം അത് വീണ്ടും റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? MBA കാര്യത്തിൽ അങ്ങനെ ഒരു റിന്യൂവലിന്റെ ആവശ്യമില്ല. പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ആ ഡിഗ്രി കരസ്ഥമാക്കിയാൽ ലൈഫ് ലോങ് ആണ്. പക്ഷേ CMA USA കാര്യം അങ്ങനെയല്ല. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് ആ സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായി നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. അതായത് ഓരോ വർഷവും 30 മണിക്കൂറിന്റെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവരുടെ പോർട്ടലിലോ അല്ലെങ്കിൽ അവരുടെ മീഡിയത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. എക്സാം ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ MBA കാര്യത്തിൽ കോഴ്സ് വർക്ക്, എക്സാംസ്, പ്രൊജക്ട്സ്, ചിലപ്പോൾ തെസിസും ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റും ഒക്കെ ആവശ്യമായിട്ട് വരും. CMA USA കാര്യമാണെങ്കിൽ 2 പാർട്ടായിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. പാർട്ട് 1 ഫിനാൻഷ്യൽ പ്ലാനിംഗ്, പെർഫോമൻസ് അതോടൊപ്പം അനലിറ്റിക്സ് ആണ്. പാർട്ട് 2 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. സോ ഇതാണ് നമുക്ക് CMA USA MBA തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് 2 എപ്പിസോഡായ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പാർട്ട് 1 നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം? MBA ആണോ? CMA USA ആണോ? എന്തുകൊണ്ട് എന്ന കാര്യവും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.